നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗഡിലാണ്. സത്യത്തിൽ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് അറിഞ്ഞുകൂടാ. പഞ്ചാബിലെ ചണ്ഡീഗഡിൽ നിന്നും 2-2.5 മണിക്കൂറോളം കാറിൽ യാത്ര ചെയ്ത് ഒരു കാടിൻ്റെ ഓരത്ത് നിൽക്കുകയാണെന്നാണ് പറയണത്. കാടിൻ്റെ ഓരത്തുള്ള കിക്കർ ഫോറസ്റ്റ് ലോഡ്ജ് എന്നൊരു ഫോറസ്റ്റ് ലോഡ്ജിലായിരുന്നു ഇന്നലെ താമസം. ലോഡ്ജ് എന്നുള്ളത് സാധാരണ കാട്ടിലെ റിസോർട്ടുകൾക്ക് ഇടുന്നൊരു പേരാണ്. ലോഡ്ജിൻ്റെ കെട്ടും മട്ടുമൊന്നുമല്ല ഈ ഒരു സ്ഥാപനത്തിനുള്ളത്. ഗംഭീരമായൊരു റിസോർട്ടാണ്. തന്നെയുമല്ല ഫുൾ ടൈം വന്യമൃഗങ്ങളുടെ ശബ്ദമാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും കാടിൻ്റെ ഉള്ളിലാണെന്നാണ് പറയേണ്ടത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ജീപ്പ് റാംഗ്ലറിൻ്റെ മീഡിയ ഡ്രൈവിനായിട്ടാണ്. ജീപ്പ് റാംഗ്ലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ആവേശം അങ്ങനെ ഉയർന്നു വരും. ആ രീതിയിൽ വർഷങ്ങളായിട്ട്, അതായത് 1941 മുതൽ നമ്മളെ അങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വാഹനമാണ് ജീപ്പ് എന്നാണ് പറയേണ്ടത്. ജീപ്പ് റാംഗ്ലർ പ്രത്യേകിച്ചും അതിഗംഭീരമായ ഒരു ഓഫ് റോഡറാണ്. അങ്ങനെ തന്നെയുള്ളൊരു ടെറൈനാണ് ഇന്ന് ജീപ്പ് നമുക്കായിട്ട് ഓടിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും 1800 ഏക്കറോളം പരന്നു കിടക്കുന്ന കരിപ്പത്ത എന്നൊരു ഫോറസ്റ്റിനുള്ളിലൂടെ എല്ലാ തരത്തിലുള്ള ടെറൈനിലൂടെ ഓടിക്കാൻ അവസരമാണ് ഇന്ന് ജീപ്പ് തരുന്നത്. എല്ലാ തരത്തിലെന്ന് പറഞ്ഞാൽ ഒരു വലിയ നദി വരെ നീന്തി കടക്കാൻ പോവുകയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിനുള്ളിൽ. സത്ലജ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായ സത്ലജിൽ കൂടെ പോലും ഓടിച്ചു പോകുന്ന അത്രയും ഗംഭീരമായൊരു ഓഫ് റോഡ് പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒന്നുമല്ലെങ്കിൽ പോലും അതിഗംഭീരമായൊരു ലൈഫ് സ്റ്റൈൽ SUV ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ ജീപ്പ്. പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ല, റഗഡായിട്ടുള്ള വാഹനങ്ങളായിരുന്നു. അതായത് പ്രധാനമായിട്ടും ഓഫ് റോഡിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു കഥയൊക്കെ മാറി. ഇപ്പോൾ ഒരു തകർപ്പൻ ലൈഫ് സ്റ്റൈൽ SUV ആണ് ഈ ജീപ്പിൻ്റെ റാംഗ്ലർ എന്നാണ് പറയേണ്ടത്. റാംഗ്ലറിൻ്റെ 2 വേരിയൻസാണ് ഉള്ളത്. ഒന്ന് റൂബിക്കോണും മറ്റൊന്ന് അൺലിമിറ്റഡും. അൺലിമിറ്റഡാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ SUV എന്ന് പറയാവുന്നത്. റൂബിക്കോൺ എന്ന് പറയുന്ന ഒരു പൂർണ്ണമായും ഗംഭീരമായ SUV, ലൈഫ് സ്റ്റൈൽ SUV ആയിട്ടാണ് കാണേണ്ടത്. ഈ കിടക്കുന്നതാണ് റാംഗ്ലറിൻ്റെ അൺലിമിറ്റഡ്. ഇത് കുടുംബങ്ങൾക്കൊക്കെ യൂസിനായിട്ടും അതോടൊപ്പം തന്നെ ഓഫ് റോഡിന് ഉപയോഗിക്കാം. പക്ഷേ ഈ കിടക്കുന്നവനാണ് റൂബിക്കോൺ. റൂബിക്കോണിൻ്റെ കാര്യത്തിൽ ഇവൻ പൂർണ്ണമായിട്ടും ഒരു ഓഫ് റോഡറാണെന്നാണ് പറയേണ്ടത്. നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഈ കിടക്കുന്ന വൈറ്റ് നിറത്തിലുള്ള റാംഗ്ലറാണ്. പൂർണ്ണമായിട്ടും പൊതിഞ്ഞ റാംഗ്ലറാണ് നമ്മുടെ, അതായത് കവേർഡായിട്ടുള്ള റാംഗ്ലറാണ് നമ്മൾ ഇന്ന് ഓടിക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ഓപ്പണായിട്ടുള്ള വണ്ടി എടുത്തുള്ള പ്രശ്നത്തിൽ ഈ സത്ലജിൽ കൂടി പോകുമ്പോഴത്തേക്കും വണ്ടിക്കുള്ളിലെല്ലാം വെള്ളം കയറുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെള്ളം കയറുമ്പോൾ മൊത്തം നനയുമല്ലോ. ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് പൂർണ്ണമായിട്ടും കവർ ചെയ്ത വാഹനത്തിൽ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും തകർപ്പനായിട്ടുള്ളൊരു അനുഭവമായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് ചില റൂബിക്കോണുകൾ. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെള്ളം കയറും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുക. തന്നെ ഇവിടെ പുലിയും കടുവയൊക്കെയുള്ള ഫോറസ്റ്റാണ്. വല്ല പുലിയും കടുവയും ഉള്ളിലേക്ക് കയറി വന്നാലോ എന്നൊരു പേടിയും കൂടെ ഉണ്ട്. ചുമ്മാ പറഞ്ഞിട്ട് അങ്ങനെ പേടിയൊന്നും എനിക്കില്ല. അതിനേക്കാളും വലിയ വന്യമൃഗങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പോൾ തകർപ്പനായിട്ടുള്ള ഒരു ഡ്രൈവിന് നമ്മൾ പോവുകയാണ്. ഈ കാണുന്നതാണ് കിക്കർ ഫോറസ്റ്റ് ലോഡ്ജ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാടിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ട് ഉള്ളിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ വരാവുന്നൊരു സ്ഥലമാണ് കിക്കർ ഫോറസ്റ്റ് ലോഡ്ജ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. അപ്പോൾ 1800 ഏക്കർ വരുന്ന ഗംഭീരമായ കരിപ്പത്ത ഫോറസ്റ്റിലൂടെയുള്ള ഓഫ് റോഡ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
രാവിലെ എന്താ പറയേണ്ടത്, ഈ പറഞ്ഞ പ്രഷറിൻ്റെ ഗുളിക കഴിക്കേണ്ട അവസ്ഥയാണ് ഈ ട്രാക്കിൽ കൂടെ ഓടിച്ചു വന്നിട്ട്. രസികൻ ഡ്രൈവാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെടും. പക്ഷേ ഒരു പൊടി അങ്ങോട്ടോ ഒരു പൊടി ഇങ്ങോട്ടോ പോയാണ്ടല്ലോ തവിട് പൊടി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കയറ്റം കയറിയതിൻ്റെ ഒരു ടോപ്പ് പോയിന്റിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ താമസ റിസോർട്ടിൽ നിന്നും അവിടുത്തെ ഗസ്റ്റിനെയൊക്കെ അവർ രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയാണ് ഒരു ക്യാമ്പ് ഫയർ ഒരുക്കി കൊടുക്കുന്നത്. അതിനുള്ള സ്ഥലമാണിത്. ഇവിടെ സമ്മറിൽ പോലും രാത്രി ജാക്കറ്റ് ഇടാതെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, അത്രയധികം തണുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ വന്ന വഴി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വന്ന വഴി മറക്കരുതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ഇവിടെ നിന്ന് കാണാം. അത് വളരെ നാരോ, രണ്ട് സൈഡിലും കൊക്കയുള്ള വഴി എന്നാണ് പറയേണ്ടത്. സാധാരണഗതിയിൽ ഏത് വഴിയുടെ ഒരു സൈഡിലാണല്ലോ കൊക്ക, ഇത് രണ്ട് സൈഡിലും കൊക്കയാണ്. അതാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. ഒരു സ്ട്രിപ്പ് പോലെ ആ വഴി അങ്ങനെ കിടക്കുന്നു ഉണ്ടോ, അതുവഴിയാണ് നമ്മൾ ഓടി വന്നത്. പക്ഷേ ഇത് 72 കിലോമീറ്റർ ഉണ്ട്, അതായത് 1800 ഏക്കർ സ്ഥലമാണിത്. അത് ഈ ഒരു കുടുംബത്തിൻ്റെയാണെന്നാണ് പറഞ്ഞത്, അതായത് ഈ റിസോർട്ടിൻ്റെ കുടുംബത്തിൻ്റെയാണ്. അവരുടെ അടുത്ത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ആ റിസോർട്ട് ഒഴിച്ചുള്ള സ്ഥലം എപ്പോഴും അങ്ങനെ ഫ്രീ ആക്കി ഇട്ടോണമെന്നാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു നിർമ്മാണങ്ങളൊന്നും നടത്താൻ പറ്റില്ല, കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല, ആകെ ഒരു റിസോർട്ടിൻ്റെ ഭാഗത്തേ പറ്റൂ. എന്നാലും 1800 ഏക്കർ ഒരുമിച്ച് കയ്യിലുള്ള ഇന്ത്യയിലെ ഒരു കുടുംബമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊരു സംഭവം തന്നെയാണ്. 1800 ഏക്കർ കാട്. എന്താ പരിപാടി, എന്താ ജോലി എന്നൊക്കെ ചോദിച്ചാൽ 1800 ഏക്കർ കാടുണ്ട് എനിക്ക് എന്നാണ് പറയാവുന്നത് ആ മുതലാളിക്ക്. എന്നാലും ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഗംഭീര ട്രാക്ക്, അടിപൊളി ട്രാക്ക്. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നദി വരെ നീന്തി കിടന്നാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ രാവിലെ ഒരു പരിധി വരെയൊക്കെ ഓടിയെത്തിയിട്ടുണ്ട്. ഇനിയും കുറേ ദൂരം ഓടാനുണ്ട്. എന്തായാലും ഇനി നമുക്ക് വാഹനത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ചതിന് ശേഷമാകാം ബാക്കിയുള്ള യാത്ര. ലോകത്തിലെ ഏറ്റവും ഫോട്ടോജനിക്കും ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നതുമായ ഓഫ് റോഡർ ഏതാണെന്ന് ചോദിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഹാൻസം ഓഫ് റോഡർ എന്നാണ് പലരും ഈ വാഹനത്തെ വിളിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റൂബിക്കോണാണ്. റൂബിക്കോണും അതുപോലെ തന്നെ അൺലിമിറ്റഡും 2 വേരിയൻസാണ് റാംഗ്ലറിനുള്ളത്. റൂബിക്കോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തികഞ്ഞ ഓഫ് റോഡറാണ്. ഈ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിരിക്കുന്ന മഹീന്ദ്രയുടെ പഴയ ജീപ്പാണല്ലോ. അതിൻ്റെയൊക്കെ ഓഫ് റോഡ് എന്ന് വെച്ചാൽ എവിടെയും കയറി പോകും, പക്ഷേ ഒരു കംഫർട്ടും ഇല്ല. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഇത്രയും ദൂരം ഗംഭീരമായ ഓഫ് റോഡ് കൂടെ വന്നിട്ട് ഉള്ളിലിരിക്കുന്ന ഒന്നും അറിയുകയില്ല. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വേബാർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ട് ഡിസ്കണക്ട് ചെയ്യാൻ സ്വിച്ചുണ്ട്. ആ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീലും അതിൻ്റേതായ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കും. എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയറിൽ ഇരിക്കുന്ന ആൾക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുകയില്ല. അങ്ങനെ പല തരത്തിലുള്ള ഓഫ് റോഡ് ഓപ്ഷൻസും ഈ വാഹനത്തിനുണ്ട്. ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം മയിലിൻ്റെയാണ്. ഈ മയിലുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും. എന്തായാലും ഇനിയിപ്പോൾ ഏറ്റവും പുതിയ റാംഗ്ലറിനെ സംബന്ധിച്ച് എന്താണ് മാറ്റം വന്നിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 7 ജനറേഷൻ റാംഗ്ലർ വന്നു കഴിഞ്ഞു 1941 തൊട്ട്. അപ്പോൾ ഏറ്റവും പുതിയ റാംഗ്ലറിൽ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഗ്രില്ലിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഈ ഗ്രില്ല് ചില ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ കോപ്പി അടിക്കുകയും അമേരിക്കൻ കോടതിയിലൊക്കെ കേസ് നടക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുതിയ 7 സ്ലാറ്റ് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അത് ഫുൾ ബ്ലാക്കാണ്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മളെ ഇങ്ങനെ അമ്പരപ്പിക്കുന്ന രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത്. വളരെ റഗഡും അതുപോലെ തന്നെ പരുഷവുമായ രൂപം എന്നൊക്കെയാണ് നമുക്ക് വിളിക്കേണ്ടത്. മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഫ്രണ്ട് ബമ്പറിൻ്റെ രൂപത്തിലൊക്കെ ചെറിയ മാറ്റം വന്നിരിക്കുന്നു. വീൽ ആർച്ചിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ അതൊന്നും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. കാരണം 1941 തൊട്ട് ഈ ഒരു ഡിസൈൻ്റെ ഒരു DNA ചേഞ്ച് ചെയ്യാതെ തന്നെയാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റമൊന്നുമില്ല. എങ്കിൽ പോലും അത്തരം ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിമനോഹരമായ LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബോണറ്റിൻ്റെ മേൽഭാഗത്തൊക്കെ എയർ ഇൻടേക്കൊക്കെ കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റിയൊന്നും ഞാൻ സ്വയം ചെറുതാകുന്നില്ല. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തും ഇനി ഏത് ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയാൽ അടി തട്ടാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വലിയ കനത്ത ബമ്പറിൻ്റെ മുന്നിലാണ്.
ഒരു വലിയ സംഭവം ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ആ കാണുന്ന ഈ വിൻഷീൽഡ് ഉണ്ടല്ലോ, ഈ വിൻഷീൽഡ് എന്ന് പറയുന്നത് ഇത്തവണ ഗൊറില്ല ഗ്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിലും മറ്റും കാണുന്ന ഗൊറില്ല ഗ്ലാസ് സ്ക്രാച്ച് വീഴുകയില്ല, പൊട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്നുള്ളതുകൊണ്ട് ഒന്ന് മാന്തി നോക്കിയാൽ പോലും ഒരു തരത്തിലും സ്ക്രാച്ച് ആകില്ല എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു കാര്യമുള്ളത്, ഈ ഗ്ലാസ്സിലാണ് ഇപ്പോൾ ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട് മേൽഭാഗത്ത് നമ്മൾ മറ്റു വാഹനങ്ങൾ കാണുന്ന ഷാർക്ക് ഫിൻ ആൻറ്റിന എന്നൊക്കെ പറഞ്ഞ് മേൽഭാഗത്ത് കൊടുത്ത് ഏതെങ്കിലും മരത്തിനെ കമ്പടിച്ച് പടേന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. ഇതാകുമ്പോഴത്തേക്ക് അതിൽ ഇൻബിൽറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാ തരം റെഗഡാണ് തോന്നിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഈ ഭാഗത്തുള്ള എയർ ഇൻടേക്ക് പോലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ. ഒരു വമ്പൻ വീലാർസ്, ഇതാണ് ഞാൻ പറഞ്ഞത് പുതുതാക്കിയിട്ടുണ്ട് അതിൻ്റെ രൂപം എന്നുള്ള കാര്യം. അതിൻ്റെ സൈഡിലാണ് ഇൻഡിക്കേറ്ററും അതുപോലെ ഒരു ഡേറ്റ കണ്ടിങ്ങിലും നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 17 ഇഞ്ച് അലോയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് റൂബിക്കോണാണ്, പക്ഷേ അൺലിമിറ്റഡിൽ 18 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ, എൻ്റെ എത്രയാണ് സൈസ് നോക്കുക. 255/75R17 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സാധനം നമ്മൾ എവിടെയും കയറ്റിക്കൊണ്ടു ഒന്നും പേടിക്കാനില്ല. അതുപോലെ തന്നെ മനോഹരമായ അലോയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും അതുപോലെ തന്നെ സിൽവർ ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ ട്രയൽ റേറ്റഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ട്രയൽ റേറ്റഡ് 4x4 എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് വെറുതെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന് ചില കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യണം. മികച്ച ട്രാക്ഷൻ, മാനേറബിലിറ്റി, അതുപോലെ ആർട്ടിക്കുലേഷൻ, വാട്ടർ ഫോർഡിങ് എബിലിറ്റീസ്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റേറ്റിംഗ് കിട്ടുകയുള്ളൂ. പക്ഷേ ജീപ്പിൻ്റെ എല്ലാ വാഹനങ്ങൾക്കും ട്രയൽ റേറ്റഡ് 4x4 എന്ന് പറയുന്ന ഈ ഒരു റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ഇവിടെ ജീപ്പ് റാംഗ്ലർ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ റൂബിക്കോൺ എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് റൂബിക്കോൺ എടുത്ത ചേട്ടനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സാമ്പത്തിക തട്ടിപ്പിൻ്റെ കാര്യത്തിൽ ആ തൃശ്ശൂരുള്ള ചേട്ടൻ. അതുകൊണ്ട് തന്നെ എത്ര ഓഫ് റോഡ് എബിലിറ്റീസ് ഉണ്ടെങ്കിലും തട്ടിപ്പ് കാണിച്ചാൽ അകത്ത് പോകുമെന്നാണ് ഈ റൂബിക്കോൺ തെളിയിക്കുന്നത്. ഇപ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിലും കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ. വളരെ വലിയ സൈഡ് വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇളക്കി മാറ്റിക്കൊണ്ട് ഓടിച്ചു പോകാം. അതായത് ഇത് കണ്ടില്ലേ, ഇതൊക്കെ 4 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഡോർ എടുത്ത് മാറ്റുന്നു, അതിനുശേഷം ടോപ്പ് മാറ്റണമെങ്കിൽ ടോപ്പ് മാറ്റുന്നു, എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് സുഖമായിട്ട് ഓടിച്ചു പോകാം. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ള ചില വാഹനങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടും കൺവേർട്ട് ചെയ്തതാണ്. നമ്മുടെ BMW C4 അല്ലെങ്കിൽ SL55 MG പറഞ്ഞ് ഞെക്കി കഴിഞ്ഞാൽ അങ്ങനെ മാറുന്ന റൂഫല്ലെന്നേ ഉള്ളൂ. തിരിച്ച് ഫിറ്റ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. പക്ഷേ ഓഫ് റോഡ് പോകുമ്പോൾ വളരെ രസകരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ വളരെ കനത്ത ഒരു ബുൾബാർ പോലുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടി തട്ടിയാലൊന്നും ഒന്നും സംഭവിക്കില്ല. ഇത് കൃത്യമായി 5 പേർക്ക് ഇരിക്കാവുന്നൊരു വാഹനമാണ്. പിൻഭാഗത്ത് സാധനങ്ങളൊക്കെ കയറ്റാനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് തുറന്ന് കാണാം. ഇവിടെ ഫ്യുവൽ ലിഡ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പെട്ടി രൂപമാണെന്നാണ് പറയേണ്ടത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപം തന്നെയാണ് എപ്പോഴും ഈ വാഹനത്തിൻ്റേത്. മനോഹരമായ ടെയിൽ ലാമ്പാണ്, വളരെ വലിയ ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉൾഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെയും നോക്കാം, കൂടാതെ ഇങ്ങനെയും ഉയർത്തി ഫുൾ നമുക്ക് തുറന്ന് തന്നെ കാണാം. ഒരു വാഹനം മറിഞ്ഞ് ഉരുണ്ടുരുണ്ട് പോവുകയാണെങ്കിൽ പോലും ഉള്ളിലിരിക്കുന്നതിന് വളരെ സേഫായിട്ടുള്ളൊരു കേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കേജിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കും. ആയുസെത്തിയാച്ചാകുമെന്നുള്ളത് വേറൊരു കാര്യം. എങ്കിൽ പോലും ആയുസെത്തിയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ സുഖമായിരുന്നുള്ളൂ. ഇവിടെയൊക്കെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ രാത്രി ടെൻ്റ് അടിച്ചൊക്കെ പോകുന്നവരാണല്ലോ അധികം ഓഫ് റോഡേഴ്സ്, അതിന് വേണ്ടിയുള്ള അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അതെ, ഇതിങ്ങനെ ഉയർത്തി വെച്ചൊക്കെ പോകാം എന്നുള്ളൊരു ഭംഗിയുള്ള കാര്യമാണ്. പക്ഷേ ഇത് തുറന്നാൽ മാത്രമേ അടയുള്ളൂ എന്നുള്ളത് വളരെ ലേറ്റായിട്ട് ആണ് ബൈജു എന്നാരും മനസ്സിലാക്കിയത്. വീണ്ടും അടയ്ക്കുകയാണ്. ഇതാ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊരു വാഹനത്തെ കെട്ടിവലിച്ച് കയറ്റാനുള്ളൊരു ത്രാണിയുള്ളവനായതുകൊണ്ട് വലിയൊരു ക്ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ റിഫ്ലക്ടർ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ രൂപം പറയാവുന്നത്. ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഈ സ്റ്റോപ്പ് ലാമ്പും രസകരമായ കാര്യമാണെന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ തന്നെ ഇവിടെ റിയർ ഡീഫോഗർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ആധുനികനാണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും രസികൻ രൂപമാണെന്നുള്ള ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ 1941 തൊട്ട് മാറ്റമില്ലാതെ തുടരുന്ന രൂപമാണ്. ഇപ്പം ഞാനീ പറഞ്ഞ മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് ജീപ്പിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാകില്ല. അത്രയും ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എങ്കിൽ പോലും ഓരോ തവണ വരുമ്പോഴും ഓരോ തവണ പുതിയ ജനറേഷൻ വരുമ്പോഴും വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഭംഗി അല്ലെങ്കിൽ പൗരുഷമൊക്കെ ഏത് കാലത്തും ജീപ്പ് റാംഗ്ലറിൻ്റെ ഏതൊരു മോഡലിലും ഉണ്ട്. ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു.
റാംഗ്ലറിൻ്റെ ഉൾഭാഗത്ത് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ സ്ക്രീൻ വന്നു എന്നുള്ളതാണ്. 12.3 ഗംഭീര ടച്ച് സ്ക്രീനാണ് എന്ന് തന്നെ അല്ല, ഇത് ഹൈ ഡെഫിനിഷൻ സ്ക്രീനാണ്. അതായത് നമ്മൾ ഹൈ ഡെഫിനിഷൻ TV ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കാണുന്ന അതേ റെസൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഏത് സൂര്യപ്രകാശത്തിലും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒട്ടും ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ മേൽഭാഗമൊക്കെ നമ്മൾ മുഴുവൻ തുറന്നു വെച്ച് സൂര്യപ്രകാശം പൂർണ്ണമായിട്ട് അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതിൻ്റെ റെസൊല്യൂഷൻ യാതൊരു കുറവും വരുന്നില്ല. തന്നെയല്ല ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കൂടാതെ 552 വാട്ടിൻ്റെ 8 സ്പീക്കർ 12 ചാനൽ ആംപ്ലിഫയർ തകർപ്പൻ ആൽപൈൻ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വാട്ടർ പ്രൂഫ് ആണെന്നുള്ള കാര്യമാണ്. അതായത് ഇത് മുഴുവൻ തുറന്നു വെച്ച് വെള്ളത്തിൽ കൂടെ ഓടിച്ചു പോകുമല്ലോ, അങ്ങനെയൊക്കെ വന്നാൽ ഇതിൻ്റെ അത് ഒരിക്കലും ഒരു തരത്തിലും ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും നശിക്കില്ല. ആ രീതിയിൽ വാട്ടർ പ്രൂഫാണ്. അതുപോലെ 12-way അഡ്ജസ്റ്റബിൾ പവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കൂടി മുഴുവനായി വെള്ളത്തിൽ പൂർണ്ണമായിട്ട് ഓടിച്ചു പോയപ്പോൾ ഒരു തരത്തിലും വെള്ളം ആ സ്വിച്ചിൽ പോലും കയറില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. 12-way അഡ്ജസ്റ്റബിൾ സീറ്റൊക്കെയാണിത്. അതിൻ്റെ സ്വിച്ചുകളെല്ലാം സൈഡിലുണ്ട്. പക്ഷേ അതുപോലും ഒരു തരത്തിലും വെള്ളം കയറി നശിക്കില്ല. കാരണം അതെല്ലാം വാട്ടർ പ്രൂഫാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ എങ്ങനെയും വെള്ളക്കെട്ടുകൂടെ ഓടിച്ചു പോകാമെന്നുള്ളതാണ് പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ കാണുന്ന മെറ്റീരിയൽ പോളിയൂറത്തീനാണ്. ഇതാണെങ്കിലും വാട്ടർ പ്രൂഫാണ്. ഒരു തരത്തിലും വെള്ളമകത്ത് കയറില്ല. AC വെൻ്റൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ കാര്യത്തിൽ ഭംഗിയല്ല ഈ വാഹനത്തിന്, ഒരു മൊത്തത്തിൽ റഗഡ് ലുക്ക്, എല്ലാ തരത്തിലും റഗഡ് ലുക്കാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ, പിന്നെ ഓഫ് റോഡ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പിന്നെ മുൻഭാഗം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ ഓടിച്ചു പോകുമ്പോൾ മുൻഭാഗം കാണുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഫോർവേഡ് ഫേസിങ് ക്യാമറയുണ്ട്. കാരണം ഇങ്ങനെ ഒരു കയറ്റമൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് ആകാശം മാത്രമേ കാണാൻ പറ്റുള്ളെങ്കിൽ ഇതാ മേൽഭാഗത്തെ ക്യാമറയിൽ നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കാണാം. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഗംഭീരമായ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചു വന്നിട്ട് അറിയില്ല, പ്രധാനമായിട്ടും നമ്മൾ ഈ ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ കയറി പോകുന്ന മൊത്തം ഈ ക്യാമറ നമുക്ക് തന്നെയാണ് ഓടിക്കേണ്ടി വന്നത്. ഒന്നും മേൽഭാഗത്തേക്ക് കാണാൻ പറ്റില്ല. ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് ഓടിക്കുകയായിരുന്നു. പിന്നെ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണിൻ്റെ കണക്ടിവിറ്റീസ് എല്ലാം തന്നെയുണ്ട്. പിന്നെ ഞാൻ ഈ പല വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഓഫ് റോഡ് പേജ് എന്നൊരു പേജ് തന്നെയുണ്ട്. അതിൽ നമുക്ക് പലതരത്തിലുള്ള സ്റ്റിയറിംഗ് ആംഗിൾ, ട്രാൻസ്ഫർ കേസ്, സ്വേ ബാർ, ഫ്രണ്ട് ആക്സിൽ ലോക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാം. ആക്സറി ഗേജസ്, അതുപോലെ പിച്ച് ആൻഡ് റോൾ, അങ്ങനെയുള്ള ഓഫ് റോഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇവിടെ കൊടുക്കുന്നുണ്ട് ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ള സ്വിച്ചുകളാണ്. ഇത് മുഴുവൻ വെതർ പ്രൂഫാണ്. എങ്ങനെ വേണമെങ്കിലും വെള്ളത്തിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ഫുൾ ഓഫ് റോഡിൻ്റെ സ്വിച്ചുകളും മറ്റുമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓഫ് റോഡിൻ്റെ സ്വിച്ചുണ്ട്. സ്വേബാർ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, വേണമെങ്കിൽ ഓഫ് ചെയ്യാം. സ്വേബാർ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, വീലിന് ആർട്ടിക്കുലേഷൻ കിട്ടുമെന്നാണ് പറയേണ്ടത്. അതുപോലെ ഫ്രണ്ട് ആക്സിലിൻ്റെയും മറ്റും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ 4x4 സെലക്ടർ ഗിയർ എന്ന് പറയാവുന്ന കാര്യം. അത് നമ്മളൊക്കെ ജിമ്മിലൊക്കെ കാണുന്ന പോലെ തന്നെ 2H, 4H, 4L, 4H പാർട്ട് ടൈം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇത് ന്യൂട്രലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം എല്ലാം അങ്ങ് വീഴുന്നതായിരിക്കും. അത് നമ്മളിപ്പോൾ ഓടി വന്ന വഴികളിൽ പലപ്പോഴും ഏറ്റവും പ്രശ്നമുള്ള സ്ഥലങ്ങളോട് ഓടേണ്ട 4L-ലാണ് നമ്മൾ ഓടി വന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇവിടെ സാധാരണ മറ്റുള്ള പാർക്കിംഗ് ലിവർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നാപ്പ ലെതറാണ് ഈ ഒരു റൂബിക്കോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള സീറ്റാണ്, നല്ല സപ്പോർട്ടുള്ള സീറ്റാണ്. ഇവിടെ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സാമാന്യ തരക്കേടില്ലാത്ത സ്പേസ് മുൻഭാഗത്തുണ്ട്. പിന്നെ നല്ല ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല. പിടിച്ച് കയറാൻ വേണ്ടി തീർച്ചയായിട്ടും വേണ്ടി വരുന്നൊരു കാര്യമാണ് ഹാൻഡിൽ ബാർ, അവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പേപ്പേഴ്സും മറ്റുമൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ ബോട്ടിൽ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈവൻ ഈ കണ്ടല്ലോ, ഇവിടെയാണ് ഇതിൻ്റെ പവർ വിൻഡോ സ്വിച്ച് പോലും കൊടുത്തിരിക്കുന്നത്. കാരണം അതും ഡോർ ഊരിയെടുത്താലും ഇതിവിടെ ഇരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ജിംനിയിലുമൊക്കെ ഈ പവർ വിൻഡോ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡോർ ഊരി മാറ്റിയാൽ പോലും സ്വിച്ച് പ്രവർത്തിക്കണമല്ലോ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഭംഗിയുള്ള ബ്ലാക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൽ ലെതർ റാപ്ഡാണ്. കൂടാതെ റെഡ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമുണ്ട്. ഇവിടെ ടെലിഫോണിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ക്രൂസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. പിന്നെ സാമാന്യം വളരെ വലിയ എന്ന് തന്നെ പറയാവുന്ന ഒരു മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓഫ് റോഡിൻ്റെയും മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂവൽ എക്കോണമി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, 3.2 കിലോമീറ്റർ. നമ്മൾ വന്ന വഴിയിൽ അത്രയും കിട്ടിയത് തന്നെ വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും രസകരമായ രീതിയിലാണ് എൻ്റെ ഗ്രാഫിക്സും മറ്റും കൊടുത്തിരിക്കുന്നത്, ഭംഗിയായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ സ്വിച്ച് ലൈറ്റിൻ്റെയും മറ്റു സ്വിച്ചുകളാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്.
പിൻഭാഗത്ത് കയറുമ്പോൾ ഞാനീ പറഞ്ഞ ആൽപ്പൈൻ്റെ 8 സ്പീക്കറുള്ള മ്യൂസികത്തിൻ്റെ സ്പീക്കറൊക്കെയാണ് ഈ മേൽഭാഗത്ത് നിൽക്കുന്നത്. അതായത് അതും വാട്ടർ പ്രൂഫാണ്, എങ്കിലും താഴെ വെച്ചാലും നനയണ്ടെന്ന് വെച്ചായിരിക്കും മേളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഊരിയെടുക്കാവുന്ന റൂഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. നടുവിൽ ആംബ്രസ്റ്റ് ഉണ്ട്, 2 പേരെ ഉള്ളെങ്കിൽ അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അതൊരു ഹെവി യൂണിറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചാർജിങ് പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്, വേണമെങ്കിൽ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാവുന്ന രീതിയിൽ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. ഇതാണ് പവർ വിൻഡോ, ബാക്കിലെ പവർ വിൻഡോ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. AC വെൻ്റ് പിൻഭാഗത്തേക്കുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പേപ്പറൊക്കെ സൂക്ഷിക്കാം. പിൻഭാഗത്ത് ഒരു ബോട്ടിൽ ഹോൾഡർ പോലും കൊടുത്തിട്ടില്ല. അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രധാനമായിട്ടും എടുത്ത് പറയാം. എന്തായാലും വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്, എങ്കിലും തായ് സപ്പോർട്ട് മോശമല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഉയർന്ന സെൻറ്റർ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 പേർക്ക് ഇരിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലും പിൻഭാഗത്തൊക്കെ ഇരിക്കുമ്പോഴാണ് വളരെ കംഫർട്ടബിളാണ്. എങ്കിൽ പോലും ഇത് ഇങ്ങനെ ഒരു ഉലച്ചിലുണ്ടല്ലോ, ബോഡിയോളം തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും ഇത് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല സാധനം ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു പരിധിവരെ പിടിച്ച് നിർത്തുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. നമ്മുടെ ഓഫ് റോഡ് യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി കാണുന്നത്, അതായത് ആർട്ടിക്കുലേഷൻ. അതായത് ഈ ഒരു ടയറുകളുടെ ഓരോന്നും ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സ്വേ ബാർ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ടയറിനും ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചാർജ് കിട്ടുകയാണ്. ആ സമയത്ത് അത് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ സ്ഥലത്തും ടയർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ സസ്പെൻഷൻ ഓരോന്നും ആ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ടയറിനങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്, ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീപ്പിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള എക്സ്പ്രസ് ഡ്രൈവ്സ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന അരുണാണ് ഓടിക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും നേരം ഓടിച്ചു വന്നതും കുറേയൊക്കെ ഓടിച്ചു, ബാക്കി മാറി മാറിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വൈറ്റ് റൂബിക്കോണാണ്. അപ്പോൾ ആ റൂബിക്കോണിലിപ്പം അരുൺ ആർട്ടിക്കുലേഷൻ എടുക്കാൻ പോവുകയാണ്. കാണാം, വണ്ടി വരുന്നു. സേബാർ ഓഫ് ചെയ്തിട്ടുണ്ടാവും. സേബാർ ഉള്ളപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ടയറിന് കിട്ടില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടയറിൻ്റെ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റാണ്. മിസ്റ്റർ ശ്യാം അല്പം മാറി നിൽക്കുന്നത് താങ്കൾക്കും നമ്മുടെ ക്യാമറയ്ക്കും ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലങ്ങനെ അത് താഴ്ന്നു വരുമ്പോൾ ആ ടയറിൻ്റെ പൊസിഷൻ മാറുന്ന രസമുള്ള കാര്യമാണ്. മാറിയുന്നു. ഇനിയിപ്പോൾ ഈ ടയറിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് പൊങ്ങി നിൽക്കും. അടുത്തത് അതുപോലെ മൂവ്മെൻറ്റാണ് അടുത്ത ടയറിന് കിട്ടാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടി തട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ കുഴിയിലൊക്കെ ചാടിയാലും ഒട്ടും തന്നെ അടി തട്ടാതെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജീപ്പിൻ്റെ പരസ്യത്തിൽ ഗോ എനിവെയർ എന്ന് പറയുന്നത്. അതായത് ഒരു തടസ്സവും ഒരു പ്രതിബന്ധമല്ല എന്നാണ് കാണേണ്ടത്. ഇനി അടുത്ത ഇവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിപ്പാച്ചർ ആംഗിളും അപ്രോച്ച് ആംഗിളും ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതെടുക്കുകയാണ്.
ആദ്യമായിട്ടൊക്കെ ഓഫ് റോഡ് ഓടിക്കുന്നവർക്ക് പേടി വരുന്നൊരു കാര്യമാണിത്. വണ്ടി മറിഞ്ഞു പോകുമോ എന്ന് പേടിച്ചു പോകും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മളെ സുരക്ഷിതമായിട്ട് താങ്ങി നിർത്തിക്കോളും. അതാണ് ജീപ്പ് റാംഗ്ലറിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു സൈഡിലെ ടയർ പൊങ്ങിത്തന്നെ നിൽക്കും. ചില സമയങ്ങളിൽ നിലത്ത് മുട്ടാത്ത രീതിയിൽ. ഒരു താരി അടി തട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അതും കഴിഞ്ഞു. അടുത്ത പ്രതിബന്ധത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ കടന്നു വന്ന് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. ഇപ്പോഴാണ് നമ്മൾ കൃത്യമായും ഗ്രൗണ്ട് ക്ലിയറൻസ് മനസ്സിലാക്കുന്നത്. ഒട്ടും അടി തട്ടാതെ ഇതാ അതും കടന്നു. യെസ്, വെൽ ഡൺ മൈ ബോയ്. ഇനിയുള്ളത് ജയൻറ്റ് സ്വിങ് എന്ന് പറയുന്ന സംഭവമാണ്. വലിയ കുഴിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഇതാ ജയൻറ്റ് സ്വിങ്ങിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ഓരോന്നിനും വളരെ കൃത്യമായ ആംഗിൾ വെച്ചാണ് ഇവരിത് ഡിഗ് ചെയ്തിരിക്കുന്നത്. ജീപ്പിന് പറ്റുന്ന രീതിയിലല്ല ജയിക്കാൻ പറ്റൂ. അതിനനുസരിച്ചാണ് ഇത് ഡിഗ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു സംഭവം തന്നെയാണ് ഈ ഒരു മെഷീൻ, ജീപ്പ് എന്ന മെഷീൻ. ഇതാ ഒരു സൈഡ് ഒരു ടയർ കയറാൻ പോവാണ്. മറ്റേ സൈഡിലെ ടയർ പൊങ്ങി നിന്നാൽ പോലും വളരെ കൂളായിട്ട് ഇപ്പോഴും നമുക്ക് കാണാവുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് കണ്ടോ. ഈ ഒരു ചെരുവ് ഉൾഭാഗത്തിരിക്കുമ്പോൾ ശരിക്കും ഒന്ന് പേടിയാവും, മറിയുമോ എന്നുള്ളൊരു പേടി. ഇനി അടുത്തൊരു റംബിൾ സ്ട്രിപ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ റംബിൾ സ്ട്രിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റോഡിൽ കാണുന്നതല്ല, തകർപ്പൻ റംബിൾ സ്ട്രിപ്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഓരോന്നിലും നമുക്ക് ആ റാംഗ്ലറിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ വിലയ്ക്ക് വാഹനം വാങ്ങിയാൽ എത്രത്തോളം ഈ ഒരു ഓഫ് റോഡ് ഓടിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും വിലയുണ്ടല്ലോ റാംഗ്ലറിന്. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ഒരു ടയർ പൊങ്ങി നിൽക്കുകയാണ് എപ്പോഴും. പക്ഷെ എന്നിട്ടും ആ ഒരു ഗ്രിപ്പും സ്റ്റെബിലിറ്റിയും അമ്പരപ്പിക്കുന്നതാണ്. ഒരു ടയർ ചെരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ടയർ ചെരിഞ്ഞിരിക്കുന്നത്. അതാണ് ആർട്ടിക്കുലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടെറൈൻ അനുസരിച്ച് ടയറിൻ്റെ മൂവ്മെൻറ്റിലൊക്കെ കാര്യമായ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഇനി അരുൺ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ പോവാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്ന വിഷ്വൽ ഒരു ബോറടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ അശ്യാമേ. ബാക്കി നമ്മൾ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഡ്രൈവിൻ്റെ ഏതാണ്ട് 3/4 ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമുക്കിവിടെ ഒരു സ്ഥലത്ത് സത്ലജ് നദിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓരത്ത് നമുക്ക് ഫുഡ് ഒരുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. 10:45 തനത് പഞ്ചാബ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതുണ്ട്, ഇത് റൊട്ടിയും അതുപോലെ ഇത് ഉരുളക്കിഴങ്ങും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എല്ലാം ഗംഭീരമായിട്ട് കഴിക്കുകയാണ്. ഇനി ശേഷം നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു റിവർ കൂടി ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയതിന് ശേഷം എയർപോർട്ടിലേക്ക് പോകും. അതാണ് പരിപാടി. എന്തായാലും ഗംഭീരമായ സ്ഥലമാണ്. ഇവിടെ എന്തോ ഒരു റിസോർട്ട് വരാൻ പോവുകയാണെന്ന് കേട്ടു. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഇങ്ങനെ ലോണൊക്കെ റെഡിയാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് എതിലേക്കാണ് ജീപ്പ് റാംഗ്ലറിൻ്റെ റൂബിക്കോൺ ഓടിച്ചത് എനിക്ക് തന്നെ അറിയില്ല. പുഴകൾ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നൊരു ചെറുകഥയുടെ പേരുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ഒരു പോകാത്ത വഴികളില്ല, താണ്ടാത്ത നദികളില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ഒന്നും നമ്മളെ അലോസരപ്പെടുത്തുന്നില്ല. എവിടെയും സാധാരണ വാഹനങ്ങൾ ഓടിപ്പോകുന്ന പോലെ അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കഴിവുകളാണ് എല്ലാ കാലത്തും ജീപ്പ് റാംഗ്ലറിനെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ അതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റീസ് കുറേ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തന്നെയല്ല സൗണ്ട് ഇൻസുലേഷനൊക്കെ കൂടിയത് കൊണ്ട് നല്ല സുഖമാണ്. ഉൾഭാഗത്തുനിന്ന് യാതൊരു ശബ്ദവുമില്ല. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴും നമ്മളെ എടുത്തെറിയുന്ന അനുഭവമൊന്നുമില്ല. അതായത് ഉൾഭാഗത്തിരിക്കുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് ലഭിക്കുന്നത്. അതിൻ്റെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ആ രീതിയിലാണ് ട്യൂൺ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഗംഭീര ഓഫ് റോഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ താമസിച്ച റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ ഇത് കയറി വന്നൊരു സംഭവമായിരുന്നു. രസകരമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സൈഡിൽ ഒരു കുഴിക്കകത്തുനിന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് റാംഗ്ലർ. ആ രീതിയിൽ എവിടെയും പ്രത്യക്ഷപ്പെടാവുന്ന ഒരു വാഹനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറച്ച് മാറ്റങ്ങൾ എക്സ്റ്റീരിയറിലുണ്ട്, പിന്നെ വലിയ മാറ്റങ്ങൾ ഇൻറ്റീരിയറിലുണ്ട്. അതായത് വലിയ ഈ ഒരു ടച്ച് സ്ക്രീൻ വന്നപ്പോഴുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എഞ്ചിനിലൊന്നും മാറ്റമില്ല. നമ്മൾ ഇതുവരെ കണ്ട എഞ്ചിനിൽ തന്നെയാണ് ഇപ്പോഴും ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. പഴയ റാംഗ്ലറിൽ കണ്ടിരുന്ന 2 ലിറ്റർ T4 ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 270 bhp ആണിത്. 5250 RPM മാക്സിമം പവർ ലഭിക്കുന്നത്. ടോർക്ക് 400 Nm ആണ്. അത് 3000 RPM ലഭിക്കുന്നു. പിന്നെ മറ്റൊരു രസകരമായ കാര്യം, ഇത്രയും മികച്ച ഓഫ് റോഡർ ആണെങ്കിൽ ഇത് 100 km വേഗത എടുക്കാൻ 8.1 സെക്കൻഡ് മതി എന്നുള്ള കാര്യമാണ്. അതുപോലെ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്റ്റീവ് പെർമനൻറ്റ് 4-wheel ഡ്രൈവ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെലക്ട് ട്രാക്ക് ആൻഡ് റോക്ക് ട്രാക്ക് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള സംവിധാനങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇൻ്റർനാഷണലി ട്രയൽ റേറ്റഡ് ആണ്. അതായത് ഏത് തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഏറ്റവും പുതിയ ഈ മോഡലിൽ ഫുള്ളി ഫ്ലോട്ട് ഡാന DS44 എന്ന ഹെവി ഡ്യൂട്ടി റിയർ ആക്സിലാണ് വന്നിരിക്കുന്നത്. അത് വളരെയധികം പ്രത്യേകതയുള്ള സംഭവമാണ്. ഏറ്റവും പുതിയ ഡാന 44 ST ഫുൾ ഫ്ലോട്ട് റിയർ ആക്സിൽ വന്നപ്പോൾ അത് ആക്സിൽ ഷാഫ്റ്റിൽ നിന്നും വീൽ ഹബ് അസംബ്ലിയെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഏറ്റവും ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡ് എൻതൂസിയാസ്റ്റിന് ഏറ്റവും പറ്റുന്ന രീതിയിലുള്ള പുതിയ റിയർ ആക്സിലാണ് വന്നിരിക്കുന്നതെന്നാണ് എളുപ്പത്തിൽ പറയാവുന്നത്. മറ്റൊരു കാര്യം സുരക്ഷയുടെ കാര്യമാണ്. 6 എയർ ബാഗുകൾ, അതായത് ഫ്രണ്ടിലും സൈഡിലും കർട്ടൺ എയർ ബാഗുകളും ഉണ്ട്. എന്ന് മാത്രമല്ല, നമ്മളിതിൻ്റെ ബോഡി പൂർണ്ണമായിട്ട് ഊരിക്കഴിഞ്ഞാലും 6 എയർ ബാഗുകൾ ഉണ്ടാകും അവിടെ. അതായത് അത് ഊരിയെടുക്കുന്ന കൂടെ പോകില്ല എന്നാണ് പറയേണ്ടത്. പിന്നെ ഓട്ടോമാറ്റിക് ഹൈ ബീം ഹെഡ് ലാമ്പുകൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ, ഫുൾ സ്പീഡ് കൊളിഷൻ വാർണിംഗ് വിത്ത് ആക്റ്റീവ് ബ്രേക്കിംഗ്, ഇൻ്റഗ്രേറ്റഡ് ഓഫ് റോഡ് ക്യാമറ സിസ്റ്റം, പിന്നെ പിൻഭാഗത്ത് നമ്മൾ പാർക്ക് ചെയ്യണമെങ്കിൽ ബാക്കപ്പ് ക്യാമറ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും സംഭവിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ തരത്തിലും വളരെ ഗംഭീരമായ ഒരു ഡ്രൈവായിരുന്നു. അപ്പോൾ നമുക്കിനി ഫ്ലൈറ്റിൻ്റെ സമയമായതുകൊണ്ട് നമ്മളിനി വാട്ടർ വേഡിങ് കൂടെ ചെയ്തതിന് ശേഷം തിരിച്ചു പോവുകയാണ്. വാട്ടർ വേഡിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 864 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഈ വാഹനം വാട്ടർ വേഡിങ്ങും ഗംഭീരമായിട്ട് ചെയ്ത് നമ്മളെ കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി നദിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ സത്ലജ് റിവർ മുറിച്ച് കടന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത് ഈ 4-wheel ഡ്രൈവ് 4L ഇട്ടു. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെ ഒരു വണ്ടിയുടെ ബാക്കിൽ വരുന്നുണ്ട്. മറ്റൊരു കാര്യം ചെയ്യാൻ പറഞ്ഞത് സീറ്റ് ബെൽറ്റ് വേണ്ട എന്നുള്ളതാണ്. കാരണം ഇവാക്വേഷൻ എളുപ്പമാക്കാൻ, അങ്ങനെ ഒഴുകിപ്പോയാലും രക്ഷോട്ട് പോകുള്ളൂ. എന്തായാലും ഞാൻ പോയാൽ പോയി, ഞാൻ സിനിമ അറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ, go straight first towards straight tree. Towards this, ma'am. Towards straight that tree. I just told you, no. Okay. Keep left, keep left, keep left, keep left. Yes. First we have to go this way. Then with the current, we'll go there. Okay. Otherwise the current will take us there. Keep normal speed.
Yes, enjoy this. How's this? Gosh, nice. How's it, guys? Slow down, easy. Yes. Now you see, the level is increasing now. Yeah. Easy. The slow you go, you'll enjoy more. അങ്ങനെ നമ്മുടെ ജീപ്പ് റാംഗ്ലർ റൂബിക്കോണിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ സത്ലജ് മുറിച്ച് കടന്ന് വണ്ടി ഓടിച്ചാണ് വന്നത്. പക്ഷേ നമ്മൾ വളരെ കൂളായിട്ട് ഓടിച്ചു വന്നു കേട്ടോ. ഇത് എത്ര ചാടി കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഓടി വന്നത്. കാര്യം വെള്ളം കുറവായതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രകൃതി ശക്തികളെ വെല്ലുവിളിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പരിധിവരെ പ്രകൃതി ശക്തികളെ വെല്ലുവിളിക്കാവുന്നൊരു വാഹനമാണിത്. അതായത് 864 മില്ലി വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ സാമാന്യം ഭേദപ്പെട്ട എല്ലാ വെള്ളക്കെട്ടിലൂടെയും കടന്നു പോകും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഴുത്തറ്റം വെള്ളം എന്ന് പറയില്ലേ, കഴുത്തറ്റം വെള്ളം വരെ ഇദ്ദേഹം വേണമെങ്കിൽ ഓടിപ്പോകുന്നുള്ളൊരു സംശയമില്ല. അത്രയും തകർപ്പൻ വാഹനമാണിത്. എഞ്ചിനാണെങ്കിലും മോശമില്ല. 2 ലിറ്റർ 270 bhp പെട്രോൾ എഞ്ചിനാണ്. മൈലേജ് 3.2 ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ മൈലേജ് നോക്കേണ്ട കാര്യവുമില്ല. എന്തായാലും ഗോ എനിവെയർ ഡു എനിത്തിങ് എന്നൊക്കെ പറയാവുന്ന ഈ വാഹനത്തിൻ്റെ കാര്യത്തിലാണ്. ഒന്നും പേടിക്കാതെ എവിടെയും കയറ്റിക്കൊണ്ട് പോകാം. ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സമാകില്ല എന്നാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ ഈ സത്ലജ് നദിയുടെ ഒരു ദ്വീപിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ ഒരു വാഹനം അങ്ങോട്ട് വെള്ളം കടന്നു പോവുകയാണ്. എത്ര കൂളായിട്ടാണ് പോകുന്നതെന്ന് കാണുക. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം. വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നൊന്നും പറയുന്നതൊന്നും ജീപ്പിനെ സംബന്ധിച്ച് ബാധകമല്ല. അതങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കും. അത് ആ ഭാഗത്ത് മറ്റൊരെണ്ണം ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നു. ഏതാണ്ട് ഫെറി സർവീസ് പോലെയാണ് ഇപ്പം ഈ റിവറിൽ കൂടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു വെല്ലുവിളി പോലെ സ്വീകരിക്കുന്നവർക്ക് പറ്റുന്നൊരു വാഹനമാണിത്. ഏറ്റവും പുതിയ റാംഗ്ലറിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും പഴയതിനേക്കാളും കുറച്ച് വില കൂടാൻ സാധ്യതയുണ്ട്. അത് പോകുന്നു. വെള്ളത്തിൽ കൂടെ ഓടി കൂളായിട്ട് പോവുകയാണ്. നേരത്തെ നമ്മൾ ഈ ഒരു മുളയുടെ വലതുവശത്തൂടെയാണ് വന്നെങ്കിൽ ഇപ്പോൾ ഇടതുവശത്തൂടെ പോകണം. കുറച്ചുകൂടി ആഴമുള്ള സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രസകരമായ കാഴ്ചകളായിരുന്നു ഇന്ന് മുഴുവൻ എന്നുള്ളതാണ് നമ്മളെ ഒരു സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടാൽ നന്ദി പറയുന്നതിന് ഒരു കാര്യം പറയട്ടെ, അത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക, കമൻറ്റ് ചെയ്യുക. ഏറ്റവും രസകരവും അല്ലെങ്കിൽ വ്യത്യസ്തവുമായ കമൻറ്റിന് നമ്മൾ 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ചാനലും അതുപോലെ തന്നെ റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻറ്ററും ചേർന്നാണ് നിങ്ങൾക്ക് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. 2000 രൂപ നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് ചിലവഴിക്കാവുന്നതാണ്. അപ്പോൾ രസകരമായ കമൻറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ വ്യത്യസ്തമായ കമൻറ്റുകൾ ചെയ്യുക. തീരെ നെഗറ്റീവായ കമൻറ്റുകൾ ചെയ്യരുത്. കാരണം നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തീരെ നെഗറ്റീവായ കമൻറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. റോഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രശസ്തമായ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. നിങ്ങൾക്ക് PPF ആയാലും അതുപോലെ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ആയാലും പിന്നെ റാപ്പിംഗ് ആയാലും ഗ്രഫീൻ കോട്ടിംഗ് ആയാലും എല്ലാം തന്നെ നിങ്ങൾക്ക് റോഷോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റോഷോയുടെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കാക്കനാട് മാവേലിപുരത്താണ്. അപ്പോൾ റോഷോയും നമ്മൾ ചേർന്നാണ് ഈ ഒരു 2000 രൂപ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. ഏതായാലും ഗംഭീരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പലതവണ റാംഗ്ലർ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഗംഭീരമായ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ജീപ്പ് കോമ്പസ് ചെയ്തിട്ടുണ്ട്. റാംഗ്ലറിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. നമസ്കരിച്ചു എന്നേ പറയാൻ പറ്റൂ. നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ.